എനിക്ക് 2 ബാങ്കുകളിലാണ് എൻ്റെ മെയിൻ അക്കൗണ്ടുകളുള്ളത്. ഒന്ന് എസ് ബി ഐയിലും ആക്സിസ് ബാങ്കിലും. കാരണം എസ് ബി ഐയിൽ എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് തുടങ്ങുന്നത് എസ് ബി ഐയിലാണ്. കാരണം എന്നെ പഠിക്കാനായിട്ട് എഡ്യൂക്കേഷണൽ ലോൺ തന്നത് എസ് ബി ഐയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയ അക്കൗണ്ടാണ്. അതൊരു നൊസ്റ്റാൾജിക്. അതെ. അപ്പോൾ അതൊരിക്കലും നമുക്ക് കളയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ബാങ്ക് ഒരു നാഷണലൈസ്ഡ് ബാങ്കും വേണമല്ലോ. അങ്ങനെ എസ് ബി ഐയിലും അക്കൗണ്ട് ഉണ്ട്. ആക്സിസ് ബാങ്കിൽ ഞാനെല്ലാം കൺവേർട്ട് ചെയ്ത് മാറ്റിയ സമയത്ത് എസ് ബി ഐയുടെ അക്കൗണ്ട് അവിടെ കീപ്പ് ചെയ്തു. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഡോർമെൻ്റ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ടെക് ട്രാവലിൻ്റെ കമ്പനിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ എസ് ബി ഐയിൽ തന്നെയാണ് ആദ്യമായിട്ട് കറണ്ട് അക്കൗണ്ടൊക്കെ രജിസ്റ്റർ ചെയ്തതും തുടങ്ങിയതൊക്കെ. പിന്നീട് ഞാനത് പതുക്കെ ആക്സിസ് ബാങ്കിലേക്കൊന്ന് മാറ്റി നോക്കി. ഐ സി ഐ സി ഐയിലേക്ക് ആദ്യം മാറ്റി നോക്കി, എനിക്കിഷ്ടപ്പെട്ടില്ല. ആക്സിസ് ബാങ്കിലേക്ക് മാറ്റി നോക്കി. മാറ്റിക്കഴിഞ്ഞ് ഞാനിങ്ങനെ കുഴപ്പമില്ലാതെ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് നമ്മളിപ്പോൾ എല്ലാവരും യു പി ഐ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. എനിക്ക് യു പി ഐ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതായത് യു പി ഐ വഴി പേയ്മെൻറ്റ് വാങ്ങുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്. യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യാനും പറ്റണ്ടേ. ഇപ്പോൾ എനിക്ക് ടെക് ട്രാവലിറ്റിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾക്ക് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം ടെക് ട്രാവലിറ്റിന് വേണ്ടി ഞാനിപ്പം എൻ്റെ കമ്പനിക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. ആ പ്രോഡക്റ്റിന് 1000 രൂപയുള്ളൂ. ഞാൻ അവിടെ പോയിട്ട് കാർഡ് ഉപയോഗിക്കുന്നതിന് വരെ എനിക്ക് എളുപ്പം ഫോൺ പേ ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുന്ന. അപ്പോൾ ഈ സാധനം ഇവർക്കില്ല. ഞാൻ കുറേ ചോദിച്ചു, എനിക്ക് യു പി ഐ എനേബിൾഡായിട്ട് കിട്ടുമോ? അന്നേരം ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമാണ്, പാർട്ട്ണർഷിപ്പ് ഫേമിനാണ് യു പി ഐ ഇല്ലെന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. പക്ഷേ ഇതേ സാധനം എസ് ബി ഐക്കുണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേമിന് യു പി ഐ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് യു പി ഐ ഇല്ലെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ യു പി ഐ സർവീസ് തരികയാണെങ്കിൽ തരില്ല, ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സർവീസ് ഇല്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ എസ് ബി ഐയിലേക്കെല്ലാം വീണ്ടും പഴയപടി തന്നെ മാറ്റി തന്നെ എസ് ബി ഐ അക്കൗണ്ട് ക്ലോസ് ചെയ്തില്ല, ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്തു. അപ്പോൾ ഇത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിവിടെ എറണാകുളത്ത് വന്ന് മല്ലപ്പള്ളി ബ്രാഞ്ചിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് മെയിൽ അയച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ എന്താണ് പ്രൊസീജിയേഴ്സ് എന്നുള്ള അവർ പറഞ്ഞ റിപ്ലൈ ആണ്. ഒരാഴ്ച റിപ്ലൈ ഇല്ല. ഞാൻ വീണ്ടും ഒരു മെയിൽ അയച്ചു, റെസ്പോൺസ് ഇല്ല. 2 ആഴ്ചയായി മെയിൽ അയച്ചു. പിന്നെ ഞാനത് മറന്നുപോയി. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ആണ് ഞാനിത് ഓർക്കുന്നത്. അന്നേരം ഞാനിത് നോക്കുമ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ആയിട്ടില്ല, പകരം റെസ്പോണ്ടും വന്നിട്ടില്ല. ഞാൻ വീണ്ടും ഒരു മെയിലും കൂടെ അയച്ചു. ഒരാഴ്ച വെയിറ്റ് ചെയ്തു, റെസ്പോൺസ് ഇല്ല. ഞാൻ എന്നിട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ മെയിൽ അയച്ചു, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് മെയിൽ അയച്ചു. കാരണം ബ്രാഞ്ചിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയില്ല, മെയിലിൽ അയക്കണ്ടേ. അന്നേരം അവർ റെസ്പോണ്ട് ചെയ്തിട്ട് അക്കൗണ്ടിൽ ബ്രാഞ്ചിൽ പോയിട്ട് എന്തോ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ബ്രാഞ്ചിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എറണാകുളത്ത് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് മെയിൽ കിട്ടിയില്ല എന്ന്. ഇതേ മെയിലിൽ പല തവണ കമ്മ്യൂണിക്കേഷൻസ് നടത്തിയാണ്. പക്ഷേ അവർക്ക് മെയിൽ കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം മൈനസ് ആയിട്ടുണ്ട്, എത്ര ഫൈനുണ്ട്, അക്കൗണ്ട് ഇത്ര നാൾ യൂസ് ചെയ്തതുകൊണ്ട് ഫൈനുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചതാണ്, ഞാൻ ഇത്ര മാസം ഇത്രാം തീയതി അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞ് അറിയിച്ചാൽ നിങ്ങൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് നിങ്ങളുടെ കുറ്റമാണ്, 10 പൈസ തരികയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇത്ര മാസം മുമ്പ് റിക്വസ്റ്റ് കൊടുത്താൽ അവരത് ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പോൾ ഞാൻ അയച്ച മെയിലും കറക്റ്റ് സംഭവങ്ങളുണ്ട്. അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ആ ഇമെയിൽ വന്നില്ലെങ്കിൽ, അവരുടെ ബ്രാഞ്ചിൻ്റെ മെയിൻ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി, അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ആ ഇമെയിൽ വന്നില്ലെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് ആണോ? ആണോ? എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ആക്സിസ് ബാങ്കുമായിട്ടുള്ള റിലേഷൻ കാരണം എന്തായാലും അവർ ആ ചാർജസ് എൻ്റെ അടുത്ത് ഈടാക്കാൻ സാധ്യതയില്ല. എനിക്കറിയില്ല. കാരണം അവർ ചിലപ്പോൾ ആ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വേവ് ഓഫ് ചെയ്യുമായിരിക്കും. ഞാൻ ഇതൊരു നിങ്ങളിപ്പോൾ ഒരു ട്രിക്കി സിറ്റുവേഷൻ എന്നെ കൊണ്ടിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനും പറ്റുന്നില്ല, കാരണം നിങ്ങൾ വേറൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പറയാനും പറ്റില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അത് അങ്ങനെയാണല്ലോ, നിങ്ങൾക്കറിയാലോ. ഹൗ യു ആർ ഡീലിംഗ് കസ്റ്റമേഴ്സ് ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അതേപോലെ തന്നെ ഈവൻ ബാക്കിയുള്ള ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഓരോ ബാങ്കിനും, ഇപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, ഓരോ ബാങ്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പം വണ്ടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു വണ്ടിയും എല്ലാം തികഞ്ഞ വണ്ടിയല്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫോർച്യൂണർ ഇല്ലാത്ത എൻഡവർ ഇല്ലാത്ത ഫോർച്യൂണർ ഉണ്ടാവും. ഇതെല്ലാം കൂടെ തികഞ്ഞൊരു വണ്ടി നമുക്ക് കിട്ടത്തില്ല എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ തികഞ്ഞ ഒരു നീഡിനനുസരിച്ചുള്ള ഒരു ബാങ്ക് സെലക്ട് ചെയ്യാനും കുറച്ച് പാടാണ്.